നമസ്കാരം. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് പണം. പണം ആവശ്യമില്ലാത്തതായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അവർക്ക് അതിൻ്റേതായ കാരണങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് പണം. പക്ഷേ പലർക്കും കിട്ടാത്ത കാര്യവുമാണ് പണം. പണം വേണം, പണം വേണം എന്ന് കരുതി പണത്തിൻ്റെ പിന്നാലെ പല വഴിക്ക് സഞ്ചരിച്ചിട്ടും പണം കിട്ടാത്തവരാണ് അധിക ആളുകളും. പിന്നെ പണം കയ്യിലുള്ളതോ അത് ഉള്ളവരുടെ കയ്യിൽ പിന്നെയും 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 പണം വന്നു ചേരുകയും ചെയ്യുന്നു. ഇല്ലാത്തവരെന്നും പണം ഇല്ല 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 എന്നുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്നു. അപ്പം ഇതിന്നൊക്കെ മാറി നമുക്കും അത് നമ്മളിലേക്ക് പണം വരാൻ എന്താണ് വഴി? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ആരും പ്രത്യേകിച്ചൊരു മാറ്റമുള്ളവരല്ല. പിന്നെ എന്തുകൊണ്ട് ചില വ്യക്തികൾക്ക് മാത്രം പണം വന്നു ചേരുന്നു, ചില വ്യക്തികൾ എന്നും ദരിദ്രരായി തന്നെ ജീവിക്കുന്നു? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ വ്യക്തികളിലേക്ക് പണം വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അവരിലേക്ക് ആ പണം വന്നു ചേരാത്തത്. പണം വന്നു ചേരാൻ എല്ലാവർക്കും ഒരു വഴിയാണുള്ളത്. ഈ പ്രകൃതിയിൽ പല ജോലികളും ചെയ്തിട്ടാണ് പണം വരുന്നതെങ്കിലും ഈ യൂണിവേഴ്സിൻ്റെ നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പണം വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് പണത്തിൻ്റെ എനർജി. നമ്മളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു എനർജി യൂണിവേഴ്സ് എനർജിയുമായി കണക്റ്റഡ് ആവുമ്പോഴാണ് നമ്മളിലേക്ക് പണം വരുന്നത്. അത് പല വ്യക്തികളിലേക്കും പണം വരുന്നത് പല രൂപത്തിലാണ് എന്ന് മാത്രം. അത് പല ജോലി ചെയ്തിട്ടും പല വഴികളിലൂടെയും ഒക്കെ ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടുന്നത് പണമാണ്. അപ്പോൾ യൂണിവേഴ്സൽ എനർജിയുമായി നമ്മുടെ എനർജി കണക്റ്റ് ആവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പണത്തിൻ്റെ വൈബ്രേഷൻ, പണത്തിനെ കുറിച്ചുള്ള നമ്മളിൽ നിന്നുണ്ടാവുന്ന എനർജി നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു വഴി. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു വഴിയുമില്ല. നമുക്ക് പണം വന്നു ചേരണമെങ്കിൽ പണത്തിൻ്റെ എനർജി നമ്മളിൽ നിന്ന് ഉയർന്നു നിന്നേ പറ്റൂ. അതില്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് പണം നമ്മളിലേക്ക് വരാൻ സാധ്യതയില്ല. വല്ലപ്പോഴും കുറച്ച് എന്തെങ്കിലും വരും. അത് വരുന്നത് നമ്മളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് അതേ ഉയർന്ന ഫ്രീക്വൻസി നമ്മളിൽ നിന്ന് പുറത്തു പോയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ പണം വല്ലപ്പോഴും കിട്ടുന്നത് തന്നെ. അപ്പം അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ നിയമം അറിഞ്ഞുകൊണ്ട് അതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് മനസ്സിലാക്കി കറക്റ്റ് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ പണം വന്നു ചേരുക തന്നെ ചെയ്യും. അത് എങ്ങനെയാണ് മനസ്സിലാക്കി അത് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പിന്നെ പണത്തിന് യാതൊരുവിധ തടസ്സം ഉണ്ടാവില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊക്കെ പല വഴിയിലൂടെ നിങ്ങളിലേക്ക് ആ പണം വന്നു ചേരും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങളതിന് പരിശ്രമിച്ച് മുന്നോട്ട് അതിനു വേണ്ടി നിൽക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പണം വരും. ഉദാഹരണത്തിന് നിങ്ങൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഈ സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ ജോലി വർക്ക് വരികയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് വരും, ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പല വ്യക്തികളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കാരണം വർക്ക് വരികയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതൊരു കടയിൽ കച്ചവടമാണെങ്കിലും ശരി, ആളുകൾ വരുന്ന സമയത്ത് വരികയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് വരും, ഇല്ലെങ്കിൽ ആരുമില്ല എന്നുള്ളൊരവസ്ഥ. അത് എന്താണ് അങ്ങനെ വരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക ഇമോഷനും സന്തോഷമാണ് നമ്മളിൽ നിന്ന് അപ്പോൾ പുറപ്പെടുന്നത്. അത് ആ ഫ്രീക്വൻസി നമ്മളിൽ കുറച്ച് നിലനിൽക്കും. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം നിലനിൽക്കും. അത് നിൽക്കും തോറും വീണ്ടും വീണ്ടും വർക്കുകൾ വരും. ആ ഇമോഷണൽ ഫ്രീക്വൻസിയാണ് നമ്മളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും, കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയും. ഇത് ഫ്രീക്വൻസി ഉണ്ടെങ്കിലും ശരി, അത് ചില കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ മനസ്സിൽ അടുത്ത ചിന്ത പോയി, ആ വർക്ക് കുറയാണ് എന്നുള്ളത്. ഇന്ന് കുറവാണ്, ഇന്നില്ല, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് പോയി. ചിലപ്പോൾ നമ്മൾ അന്ന് മുഴുവൻ അത് ചിന്തിക്കുക, ഇന്നലത്തെ അത്ര വർക്ക് ഇന്ന് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗണായി. ആ ഡൗണിലേക്ക് പിന്നെ അത് കുറഞ്ഞു. പിറ്റേ ദിവസം ഒന്നുകൂടി കുറഞ്ഞാൽ വീണ്ടും നമ്മൾ അത് തന്നെ ചിന്തിച്ചു. അപ്പോൾ വീണ്ടും കുറഞ്ഞു. അങ്ങനെ അത് കുറഞ്ഞ് പിന്നെ തീരെ ഇല്ലാതാവും. ഇല്ലാത്തിടത്തോളം സമയം നമ്മൾ തീരെ വർക്കില്ല എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വർക്ക് തീരെ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മളിൽ നിന്ന് ഈ പണത്തിൻ്റെ എനർജി നമ്മളിലേക്ക് ഉയർത്തി നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് പണം വരും. ഇത് ശരിക്കും പഠിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചെയ്യാൻ വളരെ പ്രയാസമാണ്.
അത് പഠിച്ചാൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനും കഴിയും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ കിട്ടും. നിങ്ങൾക്ക് അതിലെ ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു ഉന്നത ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പരിശ്രമിക്കുക. ഈ വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. നന്ദി, നമസ്കാരം.